ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അശ്വിൻ ശ്രുതിനെ ബാൽക്കണിയിലാണ് കിടത്തുന്നത്. അശ്വിനാണെങ്കിൽ കട്ടിലെ മുകളിൽ കയറി സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോഴത്തേന് അഞ്ജലി വാതിൽ മുട്ടുവാണ്. വാതിൽ തുറക്ക്, ശ്രുതി വാതിൽ തുറക്ക് എന്ന് പറഞ്ഞിട്ട് മുട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. വേറൊന്നുമല്ല, ശ്രുതിക്ക് അമ്മയുടെ ആഭരണങ്ങൾ കൊടുത്തിട്ട് അണിഞ്ഞൊരുങ്ങി പൂജക്ക് വരാൻ വേണ്ടിയിട്ടാണ് അഞ്ജലി വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ചായ ഇട്ടൊക്കെയാണ് അഞ്ജലി വരുന്നത്. അപ്പോൾ അഞ്ജലിയുടെ വാതിലിൽ മുട്ടുന്ന കൊട്ട് കേൾക്കുമ്പോഴേക്കും അശ്വിൻ ചാടി എഴുന്നേക്കുവാണ്. പെട്ടെന്ന് നോക്കുമ്പോഴേക്കാണ് ബാൽക്കണിയിൽ ശ്രുതി കിടക്കുന്ന കാര്യം അശ്വിനെ ആലോചിക്കുന്നത്. ശ്രുതി നല്ല ഉറക്കമാണ് കേട്ടോ. ശ്രുതിനെ വിളിക്കാതിരിക്കാൻ വേണ്ടി അത്രയും സമയമില്ല അശ്വിന്. ശ്രുതിനെ വേഗം പൊക്കിയെടുത്തിട്ട് അശ്വിൻ കട്ടിലേക്ക് ഇങ്ങനെ ഇടാൻ പോകുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ എഴുന്നേക്കുവാണ്. അയ്യോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് തന്നെ ശ്രുതിനെ അവിടെ നിർത്തുന്നുണ്ട്. ശേഷം ദേ ചേച്ചി വരുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആക്കുവാട്ടോ. അതായത് കട്ടിലിൽ പൂവെല്ലാം വലിച്ചുവാരി ഇട്ടതും ബെഡ്ഷീറ്റൊക്കെ താഴ്ത്തിട്ട് കളഞ്ഞതും ഒക്കെ നമ്മുടെ അശ്വിൻ നേരെയാക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, കാണട്ടെ, എല്ലാവരും കാണട്ടെ, നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്? മിണ്ടരുത്, ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവർ മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, അത് പോലെ വേണം അഭിനയിക്കാനായിട്ട്, കേട്ടല്ലോ എന്നൊക്കെ പറയാണ്. അതിനുശേഷം അശ്വിൻ വാതിൽ തുറക്കുന്നുണ്ട്. അശ്വിൻ വാതിൽ തുറക്കുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട്, ദേ ശ്രുതി ചായ കുടിച്ചിട്ട് നിങ്ങൾ നിലത്തേക്ക് വരും, പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുത്തശ്ശി കാത്തു നിൽക്കുവാണ്. ശ്രുതി നീ വളയൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. അതായത് അശ്വിൻ്റെ അമ്മയുടെ വള അശ്വിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ജലി. ആ വള ഇട്ടിട്ട് വേണം വരാനെന്ന് അഞ്ജലി പറഞ്ഞ ശേഷം അഞ്ജലി അവിടെ നിന്ന് പോവുകയാണ്. മനോരമ ബാൽക്കണിയിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. അവിടെ കിടക്കുന്ന പുതപ്പും തലയണയൊക്കെ. ഇന്നലെ അശ്വിനോ ശ്രുതിയോ ആരും ഒരാൾ പുറത്ത് കിടന്നിട്ടുണ്ട് എന്ന് മനോരമക്ക് മനസ്സിലാവാണ്. മനോരമക്ക് ആ സത്യം മനസ്സിലായെന്നുള്ള കാര്യം അശ്വിനും മനസ്സിലാവാട്ടോ. അങ്ങനെ അശ്വിൻ മനോരമ വരുന്ന സമയത്തൊക്കെ ശ്രുതി എടുത്ത് വല്ലാതെ അടുപ്പം കാണിക്കുന്നുണ്ട്. ശ്രുതിനെ ചേർത്ത് പിടിക്കുക, അതുപോലെ ശ്രുതിയുടെ കവിളിലക്കിനെ പിടിക്കുക. അതായത് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെയാണോ ആ രീതിയിലാണ് മനോരമ വരുമ്പോഴേക്കും അശ്വിനി കാണിക്കണത്. എന്തായാലും നാളെ നല്ല അടിപൊളി ഭാഗം തന്നെയാണ് വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ഫ്രണ്ട്സ്. അതുവരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.